നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. RC ബുക്ക് ലൈസൻസ് എടുക്കുക സർ. എന്താ നിന്റെ പേര്? പ്രിയദർശൻ. RCയിൽ പ്രിയദർശൻ അല്ലല്ലോ. ഇത് എന്റെ കാറല്ല സർ, എന്റെ ഫ്രണ്ടിന്റെ കാറാ. ഫ്രണ്ടിന്റെ കാറോ? അതെ സർ. വണ്ടി ചെക്ക് സർ. ഇങ്ങോട്ട് പറയും. എന്തായി പെട്ടിയില്? അത് സർ കുറച്ച് ഡോക്യുമെന്റ്സ് ആണ് സർ. ഡോക്യുമെന്റ്സോ? അതെ സർ, ഇവളുടെ ലാൻഡിന്റെ ആധാരവും അടിയാധാരവും മറ്റും. തുറക്ക. ആധാരം മാത്രമേ ഉള്ളൂ സർ, വേറൊന്നുമില്ല. തുറക്കാനല്ലേ പറഞ്ഞത്? സാർ അത് നീ തുറക്കുന്നോ അതോ ഞാൻ തുറക്കണോ? ഇതാണോ ആധാരം? സർ, അച്ഛന്റെ പേരിലുള്ള ഒരു ഭൂമി പണയം വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു വാങ്ങാനുള്ള 10 ലക്ഷം രൂപയത്. 10 ലക്ഷം രൂപയോ? ഇതെവിടെ നിന്ന് മോഷ്ടിച്ചതാ? അയ്യോ സർ, മോഷ്ടിച്ചൊന്നും അല്ല, കടം വാങ്ങിയതാ. കടം വാങ്ങിയെന്നോ? എവിടെന്ന്? എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന്. 3 ലക്ഷം രൂപയിൽ കൂടുതൽ കയ്യിൽ കൊണ്ടു നടക്കാൻ പാടില്ലെന്ന് അറിയില്ലേ നിനക്ക്? അത് സർ, എത്രയും വേഗം ക്യാഷ് അവിടെ എത്തിച്ചില്ലെങ്കിൽ ആ ലാൻഡ് നഷ്ടപ്പെടും, അതുകൊണ്ടാ. 10 ലക്ഷം രൂപയാ കയ്യിലുള്ളത്. ഇതിനെന്തെങ്കിലും രേഖയുണ്ടോ? പ്രിയൻചേട്ടാ, എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണെന്ന് പറഞ്ഞില്ലേ സർ? കടം വാങ്ങിയ കാശിന് രേഖ ഉണ്ടാവില്ലല്ലോ. ഈ കാർ തന്ന ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് തന്നെയാ ഞാൻ ഈ ക്യാഷും കടം വാങ്ങിയത്. ഞാൻ അവനെ വിളിച്ചു തരാം. സാർ അവനോടൊന്ന് സംസാരിച്ച ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ബോധ്യമാവും. ആ വേണ്ട വേണ്ട. എന്താ നിന്റെ ജോലി? ഒരു ഗാർമെന്റ്സ് കമ്പനിയിലെ സൂപ്പർവൈസറാ. ഇവളെ കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുക. നിങ്ങൾ സൂപ്പർവൈസറും ഇവള് ഹെൽപ്പറും. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ഫ്രണ്ട് 10 ലക്ഷം രൂപയും ഈ കാറും തന്നുവിട്ടു അല്ലേ? ഇത് ഞാൻ വിശ്വസിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യമാ സർ. എന്റെ മുന്നിൽ നിന്റെ ഈ അടവൊന്നും നടക്കില്ല. സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. വണ്ടിയും ഈ പൈസയും എവിടെ നിന്ന് മോഷ്ടിച്ചതാ? അയ്യോ സർ, ഞങ്ങള് കള്ളന്മാരൊന്നും അല്ല. ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യ. ദയവ് ചെയ്ത് സാറൊന്ന് വിശ്വസിക്കണം. നിങ്ങളെപ്പോലുള്ള കുറെ എണ്ണത്തിന് ദിവസവും ഞാൻ കാണാറുള്ളതാ. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി അയക്കാൻ പറയാം. സാറിന് വിശ്വാസമാവുമല്ലോ. ഏതായാലും ഈ കാശ് ഞാൻ കൊണ്ടുപോവുക. അയ്യോ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് സ്റ്റേഷനിലോട്ട് വാ, തിരിച്ചു തരാം. അയ്യോ സർ, ഇത് കൊണ്ടുപോരുത്. ഈ പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഭൂമി നഷ്ടപ്പെടും. ഞാൻ ഈ പൈസയും കാറുമായിട്ട് സ്റ്റേഷനിലോട്ട് പോവാം. നിങ്ങൾ ഇവരെയും കൊണ്ട് പുറകെ വാ. ശരി സാർ, വണ്ടിയിലോട്ട് കയറ്. ചേട്ടാ, എന്താ ചെയ്യാ? പാറു, ഇവിടെ നിന്ന് നിന്റെ വീട്ടിലേക്ക് എത്ര ദൂരം കാണും? ഒരു 7-8 കിലോമീറ്റർ ഉണ്ടാവും. റോഡിലൂടെ പോയാൽ കുറുക്ക് വഴിയിലൂടെ പോയാൽ വേഗം എത്തും. ഇനി നമ്മുടെ മുന്നില് ഒറ്റ വഴിയേ ഉള്ളൂ. കൂടെ നിന്നോണം. അവനെ പിടിയടാ.
കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയമേറെ. പാറു പണവുമായി വരുമെന്ന് ജനകൻ ചേട്ടൻ വെറുതെ പറയുന്നതാ, ഞങ്ങളെ മെനക്കെടുത്താൻ. തിരുമേനി, കടുംപിടുത്തം അവസാനിപ്പിച്ച് ഞങ്ങളെ കൂടെ രജിസ്റ്റർ ഓഫീസിലോട്ട് വരാൻ തിരുമേനി ജനകൻ ചേട്ടനോടൊന്ന് പറയും. ഞാൻ വെറുതെ കള്ളം പറഞ്ഞൊന്നുമല്ല. നിങ്ങളോട് കള്ളം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. അവൾ 1 മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞില്ലേ? നമ്മുടെ സമയത്തിന് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ കാര്യം നടക്കില്ല. അവിടുത്തെ തിക്കും തിരക്കും ജനകൻ ചേട്ടന് അറിയാത്തോണ്ടാ. ചന്ദ്രഹാസൻ അനുവദിച്ച സമയത്തിൽ ഈ ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്. ഇരുട്ടുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കും. ആരെ നിർബന്ധിച്ചാലും ഞാൻ അനങ്ങില്ല. അതിനിടെ പാറു വരും. എന്തെങ്കിലും കാരണം കൊണ്ട് വന്നില്ലെങ്കിൽ നാളെ ഞാൻ പ്രമാണത്തുറപ്പിട്ടിരിക്കും. അവളുടെ കയ്യിൽ കാശാണോ ചെക്കാണോ? ചെക്കാണെങ്കിൽ അവൾ ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ലല്ലോ. ടൗണിലുള്ള ബാങ്കിൽ പോയി അക്കൗണ്ടിൽ ഇട്ടാ മതിയല്ലോ. ബാങ്കിന്റെ പേരും അക്കൗണ്ട് നമ്പരും ചോദിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് കാശുമായിട്ടായിരിക്കും അവൾ വരുന്നത്. 10 ലക്ഷം രൂപയുമായി വരുന്നതൊക്കെ അപകടമാണ്. രേഖയില്ലാത്ത കാശ് പിടിച്ചാൽ അത് കള്ളപ്പണമായിട്ടാ പോലീസ് കണക്കാക്കുക. പാറു ജയിലിൽ കിടക്കേണ്ടി വരും. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അവൾ എത്തിയില്ലല്ലോ. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ജനക, പാറുവിന്റെ കൈ ഫോണില്ലേ? ഉണ്ട് തിരുമേനി. ഒന്ന് വിളിച്ചു നോക്ക്. എന്താ അച്ഛാ, പാറു ഫോൺ എടുക്കുന്നില്ലേ? ഇല്ല മോളെ. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. കയ്യിലുണ്ടായിരുന്ന കാശ് കൈവിട്ടു പോയെന്ന് പറയാനുള്ള മടികൊണ്ടായിരിക്കും അവൾ ഫോൺ എടുക്കാത്തെ. രുദ്രപ്രതാപനെ തോൽപ്പിക്കാൻ നോക്കിയവരെല്ലാം തോറ്റു തൊപ്പിയിട്ട ചരിത്രമേ ഉള്ളൂ.